ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അശ്വതിയുടെ കൃഷ്ണാനുഭവമാണ് കേൾക്കുന്നത്. അബുദാബിയിൽ നിന്നും അശ്വതിയുടെ കൃഷ്ണാനുഭവം വായിച്ചു കേൾക്കാം. എൻ്റെ പേര് അശ്വതി. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ എന്നും എപ്പോഴും കണ്ണൻ്റെ നാമം ജപിച്ചു കൊണ്ടിരിക്കും. ഫ്രീ ടൈമിൽ ഞാൻ കണ്ണടച്ചിരുന്ന് കണ്ണനോട് സംസാരിക്കും. അങ്ങനെ 2 ദിവസം മുമ്പ് എനിക്കൊരുപാട് വിഷമങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ഒരു ലെറ്റർ പോലെ എഴുതി ഗുരുവായൂരപ്പൻ്റെ അഡ്രസ്സ് എഴുതി മടക്കി. എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്, അതിൽ വെച്ചു. എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു, കണ്ണാ, ഇതങ്ങ് വായിച്ചു എന്നതിന് എനിക്ക് തെളിവ് തരണേ എന്ന്. എനിക്ക് ജോലി 12 മണിക്കൂറാണ്. അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. വൈകിട്ട് 6:40 ഞാൻ എൻ്റെ റൂമിലെത്തിയപ്പോൾ എൻ്റെ കബോർഡിൻ്റെ താഴെ ഒരു കുന്നിക്കുരു കിടക്കുന്നു. എൻ്റെ റൂമിൽ മലയാളികൾ ആരുമില്ല, ഇന്ത്യക്കാർ ആരുമില്ല. ഈ അബുദാബിയിൽ ഈ കുന്നിക്കുരു എവിടെ നിന്നും വന്നു? എൻ്റെ കണ്ണൻ്റെ അത്ഭുതമല്ലേ അത്? ഞാൻ എടുത്തു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. അശ്വതിയുടെ അനുഭവം കേട്ടല്ലോ. ഇതിൽ പരം ഭാഗ്യം എന്താണ്? ഭഗവാൻ കൂടെയുണ്ടാവുക, ഞാൻ കൂടെയുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു സൂചന നൽകുക. അതിൽ കൂടുതൽ ഭാഗ്യം എന്താണ്? അശ്വതിയുടെ കൂടെ ഭഗവാനുണ്ട്. എൻ്റെ വിഷമങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പന് ഒരു കത്ത് എഴുതുകയാണ്. എന്നിട്ട് ആ കത്ത് തൻ്റെ കബോർഡിൽ അടക്കി വെക്കുകയാണ്, ഗുരുവായൂരിലെ അഡ്രസ്സൊക്കെ വെച്ചിട്ട്. ഭഗവാൻ ഇത് വായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഭഗവാൻ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ തെളിവ് തരിക എന്ന് ചോദിക്കുകയാണ് മനസ്സിൽ. തീർച്ചയായിട്ടും ഭഗവാൻ അത് വായിക്കാതിരിക്കാൻ പറ്റുമോ? തൻ്റെ ഭക്ത അത്രത്തോളം വേദനയോടെ ഭഗവാൻ ഇത് വായിക്കുമെന്ന് വിശ്വാസത്തോടു കൂടി എഴുതല്ലേ. തീർച്ചയായിട്ടും ഭഗവാൻ അത് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. ഭക്തയുടെ ആ ഒരു ലെറ്റർ ഭഗവാൻ വായിച്ചിട്ട് അവിടെ ഒരു കുന്നിക്കുരു വെച്ചിട്ട് പോവാണ്. ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട്, ഞാൻ ഇതെല്ലാം വായിച്ചു, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന് അവിടെ എന്ത് ചെയ്യാണ്? ഒരു കുന്നിക്കുരു വെച്ചിട്ട് പോവാണ്. ഹരേ കൃഷ്ണ. ഇത്രത്തോളം മനോഹരമായിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ കാരുണ്യം നോക്കൂ. തൻ്റെ ഭക്തരോടൊക്കെ തന്നെ അദ്ദേഹത്തിന് ആ കാരുണ്യവും കരുതലുമുണ്ട്. നിരവധി അനുഭവങ്ങളാണ് ഇത്തരത്തിലുള്ളത്. ഭഗവാൻ പരീക്ഷണങ്ങളുണ്ടാവാം, എന്നാൽ പരീക്ഷണങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും അപകടങ്ങളിലും ഒക്കെ തന്നെ ഭഗവാന്റെ ഒരു വലിയ പ്രൊട്ടക്ഷനും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. ആ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും എല്ലാം കടന്നു പോകുമ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ, ഭഗവാനെ, ഞാൻ ഇതെല്ലാം താണ്ടിയല്ലോ, ഇതെല്ലാം ഞാൻ ജീവിച്ച് തീർത്തല്ലോ, എങ്ങനെ എനിക്ക് സാധിച്ചു എന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും. നമ്മുടെ കൂടെയുള്ളവരും അത്ഭുതപ്പെട്ടു പോകും. ഭഗവാന്റെ ഭക്തർ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അത് തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് തരും എന്നുള്ളതാണ്. നമ്മുടെ കൂടെ തന്നെ ഭഗവാൻ ഉണ്ടാവും. എത്ര തന്നെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഞാൻ എൻ്റെ ഭഗവാനിൽ വിശ്വസിക്കുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ കൂടെ എൻ്റെ ഭഗവാനുണ്ട്, ഞാൻ എൻ്റെ ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ഒരു സംരക്ഷണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. നിരവധി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനോടുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണേ. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.